വാർത്തകൾ തുടരുന്നു. കുറവിലങ്ങാട് മിനി സിവിൽ സ്റ്റേഷനിൽ ഓണാഘോഷം. സിവിൽ സ്റ്റേഷൻ താലൂക്ക് ഓഫീസ് കണക്കെയായി. ആഘോഷങ്ങളിലേക്ക് ആർഡിഒയും തഹസിൽദാരും എത്തി ഓണസദ്യയും നടത്തി. കുറവിലങ്ങാട് പഞ്ചായത്ത് പ്രദേശത്തെ സർക്കാർ ഓഫീസുകളുടെ കേന്ദ്ര പ്രവർത്തന സ്ഥാനമായ മിനി സിവിൽ സ്റ്റേഷനിൽ വിപുലമായ ഓണാഘോഷ പരിപാടികൾ നടന്നു. പൊതുമരാമത്ത് വകുപ്പ് എഇഒ, വില്ലേജ് ഓഫീസ്, എക്സൈസ് ഓഫീസ് തുടങ്ങിയ ഓഫീസുകളാണ് മിനി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്നത്. സിവിൽ സ്റ്റേഷനിൽ നടന്ന ആഘോഷ പരിപാടികളിലേക്ക് പാല ആർഡിഒയും തഹസിൽദാരും ഡെപ്യൂട്ടി തഹസിൽദാരും കൂടി എത്തിയതോടെ അക്ഷരാർത്ഥത്തിൽ താലൂക്ക് അടിസ്ഥാനത്തിലുള്ള ഓണാഘോഷ പരിപാടിയുടെ പ്രതീതിയാണ് ജീവനക്കാർക്കും ജനപ്രതിനിധികൾക്കും ലഭ്യമായത്. സബ് രജിസ്ട്രാർ ഓഫീസർ ജോസ് ജേക്കബ് സ്വാഗതം ആശംസിച്ചതോടെയാണ് സമ്മേളന പരിപാടികൾക്ക് തുടക്കമായത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി.എസ്. രമാദേവി അധ്യക്ഷത വഹിച്ചു. പാല ആർഡിഒ ഇ.വി. ബേബിച്ചൻ മുഖ്യ പ്രഭാഷണം നൽകി സന്ദേശവും നടത്തി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി.എൻ. മോഹനൻ, വാർഡ് മെമ്പർ മിനി മത്തായി, ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഏലിയാമ്മ, പി.ഡബ്ല്യു.ഡി. അസിസ്റ്റന്റ് എഞ്ചിനീയർ പ്രസന്നൻ, എക്സൈസ് ഇൻസ്പെക്ടർ കുര്യൻ എന്നിവർ ആശംസകൾ നേർന്നു. മീനച്ചിൽ തഹസിൽദാർ സി.കെ. പ്രകാശ്, വില്ലേജ് ഓഫീസർ ഗീത, ഡെപ്യൂട്ടി തഹസിൽദാർ ജോസ് ജോർജ്, അലക്സ് ജോസഫ് തുടങ്ങിയവർ പരിപാടികളിൽ പങ്കെടുത്തു. ഓണപ്പാട്ടും ആഘോഷ പരിപാടികളുടെ ഭാഗമായി നടന്നു. ഉദ്യോഗസ്ഥർ തന്നെയാണ് ആഘോഷങ്ങൾക്കെല്ലാം നേതൃത്വം നൽകിയതും ഓണസദ്യയും വിളമ്പിയാണ് ആഘോഷങ്ങൾ സമാപിപ്പിച്ചത്. മാനവികരുടെ ആ നല്ല ഭരണം, ഐശ്വര്യപൂർണമായ സമ്പദ്സമൃദ്ധമായ ആ ഒരു രാജഭരണം ഇന്ന് ഇല്ല. രാജഭരണം അവസാനിച്ച് ഇന്ന് ജനാധിപത്യ ഭരണക്രമമാണ് നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത്. ജനാധിപത്യ ഭരണക്രമത്തിൽ എക്സിക്യൂട്ടീവിന്റെ ഭരണ നിർവഹണത്തിന്റെ ചുമതലയാണ് ഉദ്യോഗസ്ഥരായ നമ്മളിൽ ഏൽപ്പിക്കപ്പെട്ടിരുന്നത്. മലയാളി ഇന്ന് മനസ്സിൽ കൊണ്ടുനടക്കുന്ന മഹാകവിയുടെ ആ നല്ല ഭരണകാലത്തെ അനുസ്മരിപ്പിക്കുന്ന വിധത്തിൽ സദ്ഭാവനയോടും സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും കൂടി നമ്മുടെ ഔദ്യോഗിക ജോലി നിർവഹണം നടത്തുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. ആ ജോലി നാം ഏറ്റവും ഭംഗിയായി നിർവഹിക്കുമ്പോഴാണ് സത്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം, അതുപോലെ ഈ ഭരണ നിർവഹണ പ്രതിനിധികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓണം അർത്ഥപൂർണ്ണമാകുന്നത്. കടുത്തുരുത്തിയിൽ സിവിൽ സപ്ലൈസ് ഓണവിപണി തുറന്നു. മോൻസ് ജോസഫ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്തു. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ സപ്ലൈകോയുടെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച ഓണച്ചന്തയുടെ ഉദ്ഘാടനം മോൻസ് ജോസഫ് എം.എൽ.എ. നിർവഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സഖറിയാസ് കുതിരവേലി അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ് പുത്തൻകാല ആദ്യ വിൽപ്പന നിർവഹിച്ചു. സ്റ്റീഫൻ പനങ്കാല, മാത്തച്ചൻ പുഞ്ചത്തലയ്ക്കൽ, ടി.പി. ജയപ്രകാശ് തുടങ്ങിയവർ പങ്കെടുത്തു. കുരുന്നുകൾ പൂക്കളം തീർത്തു. ആശംസകളുമായി മാതാപിതാക്കളും അധ്യാപകരും. വേറിട്ട ആഘോഷം കുറവിലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് എൽ.പി. സ്കൂളിൽ. കുഞ്ഞിളം കൈകളിൽ കുരുന്നു പൂക്കളുമായി എത്തി കുരുന്നുകൾ തീർത്ത പൂക്കളം അക്ഷരാർത്ഥത്തിൽ മനോഹാരിതയുടെ പര്യായമായിരുന്നു. കുറവലങ്ങാട് സെന്റ് മേരീസ് ഗേൾസ് എൽ.പി. സ്കൂൾ വിദ്യാർത്ഥികളാണ് നാടിന്റെ ഓണാഘോഷങ്ങൾക്കൊപ്പം പങ്കുചേർന്ന് പൂക്കളങ്ങൾ തീർത്ത് ശ്രദ്ധേയരായത്. 1 മുതൽ 4 വരെ ക്ലാസുകളിലുള്ള നൂറുകണക്കായ വിദ്യാർത്ഥികൾ ഒരുമിച്ച് ചേർന്നതോടെ സംഘശക്തിയും വിളിച്ചോതാനായി. സ്കൂൾ വരാന്തയിൽ ചോക്കുകൊണ്ട് വരച്ച കൊച്ചുകളങ്ങളിൽ നിറഭേദങ്ങൾ തീർത്ത് കുരുന്നുകൾ തീർത്ത പൂക്കളങ്ങൾ കുരുന്നുകളെ അനുമോദിക്കാനെത്തിയവർക്ക് ഏറെ സന്തോഷം നൽകുന്നവയായിരുന്നു. 1-ാം ക്ലാസ്സുകാരനും 4-ാം ക്ലാസ്സുകാരി ഒരുമിച്ച് തീർത്ത പൂക്കളങ്ങൾ അത്യാകർഷകമായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മിടുമിടുക്കരായ വിദ്യാർത്ഥികൾ പാഠ്യമേഖലയിൽ എന്നതുപോലെ പാഠ്യേതര മേഖലയിലും ഏറെ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നതിന് പിന്നിൽ അധ്യാപകരുടെ പ്രേരക ശക്തിയായിരുന്നു. അധ്യാപികമാരുടെ പരിപൂർണമായ പിന്തുണയും പ്രോത്സാഹനവും സഹായവും ഒരുമിച്ചെത്തിയതോടെയാണ് വിദ്യാർത്ഥി ലോകത്തിന് നാടിന്റെ ആദരവ് പിടിച്ചുപറ്റുന്ന രീതിയിലേക്ക് പൂക്കളങ്ങൾ തീർക്കാനും മത്സരങ്ങളിൽ പങ്കാളികളാകുവാനും കഴിഞ്ഞത്. ഗ്രൂപ്പുകളായി വിദ്യാർത്ഥികളെ തിരിച്ചായിരുന്നു പൂക്കള മത്സരം സംഘടിപ്പിച്ചത്. ചുവപ്പും വെള്ളയും മഞ്ഞയും നീലയും പച്ചയുമൊക്കെ നിറഭേദങ്ങൾ തീർത്ത പൂക്കളങ്ങൾ ഉയരുമ്പോൾ മതമൈത്രിയുടെയും സംഘശക്തിയുടെയും വലിയ സന്ദേശം കുരുന്ന് മനസ്സുകളിൽ നിന്ന് മുതിർന്ന തലമുറ അക്ഷരാർത്ഥത്തിൽ ഏറ്റുവാങ്ങുകയായിരുന്നു. ഓണാഘോഷത്തോട് അനുബന്ധിച്ചു ചേർന്ന സമ്മേളനത്തിൽ ഹെഡ്മിസ്റ്റർ സിസ്റ്റർ ലിസ മാത്യു സ്വാഗതം ആശംസിച്ചു. CMC മദർ സിസ്റ്റർ ഫവിയോള, PTA പ്രസിഡന്റ് ജോർജ് കുട്ടി വട്ടപ്പറമ്പിൽ, MPTA ഭാരവാഹി ജോളി യുഗേഷ്, PTA വൈസ് പ്രസിഡന്റ് വിനോദ് കുമാർ, അധ്യാപകരായ ലൂസി മാത്യു, കൊച്ചുറാണി M. പാറ്റാനി, മോളി സെബാസ്റ്റ്യൻ, കൊച്ചുറാണി KJ, ജെസി ജോസഫ്,
സിസ്റ്റർ ലീന തോമസ്, മോളി എബ്രാഹിം എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ആഘോഷ പരിപാടികളോട് അനുബന്ധിച്ചു ചേർന്ന സമ്മേളനം സ്കൂൾ അസിസ്റ്റന്റ് മാനേജർ ഫാദർ മാത്യു എണ്ണക്കാപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. കുറവലങ്ങാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലീലാമ തോമസ് സമ്മേളനത്തിൽ ആശംസകൾ അർപ്പിച്ചു. പിടിഎയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്കായി ഓണസദ്യയും സംഘടിപ്പിച്ചിരുന്നു. അതുകൊണ്ട് ഈ സന്തോഷത്തിന്റെ ഈ ദിവസങ്ങളെല്ലാം നമ്മുടെ ഗ്രാമത്തിൽ ഓർമ്മയുണ്ടാകുന്നു. പ്രത്യേകിച്ച് നിങ്ങളുടെ പൂക്കളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നു. ആദ്യങ്ങളൊക്കെ ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരിക്കുന്നു. അത്രമാത്രം മുതിർന്ന പെൺകുട്ടികളെ വരുന്നതുപോലെ തന്നെ വളരെ മനോഹരമായിട്ട് പൂക്കളും അതിന്റെ പഠനങ്ങൾ കൃത്യമായി വരച്ച് പൂക്കളങ്ങൾ നിർവഹിച്ചു. അത് നിങ്ങളുടെ കഴിവും ഓണം ആഘോഷിക്കാനുള്ള വലിയ താല്പര്യമൊക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് ഓണത്തിന് എല്ലാവിധ ആശംസകളും സ്നേഹവും നേരുകയാണ്. ഓണത്തെ കുറിച്ച് നോക്കുമ്പോൾ മാവേലിയെ കുറിച്ച് നമ്മൾ തീർച്ചയായും നോക്കണം. ഒരു രാജ്യത്തിന് വേണ്ടി സ്വന്തം ജനങ്ങൾക്ക് വേണ്ടി തന്നെ ഇല്ലാതാക്കിയ മനുഷ്യനാണ് മാവേലി. പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടതുകൊണ്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നമുക്ക് വേണ്ടി മാവേലി ഇല്ലാതാക്കിയത് പോലെ നമ്മുടെ നന്മയ്ക്കും സമാധാനത്തിനു വേണ്ടി മാവേലി ജ്ഞാനം സൃഷ്ടിച്ചതുപോലെ നമ്മളുടെ ചെറിയ ജ്ഞാനം രക്ഷിക്കുമ്പോഴാണ് എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്നത്. നമ്മുടെ കാര്യം മാത്രം നോക്കിപ്പോയി കഴിഞ്ഞാൽ ലോകത്തിന് സന്തോഷം ഉണ്ടാവുകയല്ല. നമ്മുടെ കുട്ടികൾ ഭാഗത്തും ഒപ്പമിരിക്കുന്നവർക്ക് അവർക്ക് എന്തെങ്കിലും നന്മ ചെയ്യുന്നത് മാത്രമാണ് അവർക്കും സന്തോഷം ഉണ്ടാകുന്നത്, നമുക്കും സന്തോഷം ഉണ്ടാകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഓണത്തിന്റെ നന്മ എതിർപ്രധാനത്തെ പ്രാർത്ഥിക്കുകയാണ്. ഈ ഓണത്തിന്റെ നന്മ പോലെ എന്നും നിങ്ങളുടെ ഈ മുഖം സന്തോഷവും ചിരിയോടും നന്മയാണെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എന്നും സന്തോഷത്തോടെ ഇതുപോലെ കൈകി പറഞ്ഞ് സന്തോഷത്തോടെ ഈ വർഷങ്ങൾ മുഴുവൻ നിങ്ങളുടെ പൂർണ്ണതയുടെ ദിവസങ്ങൾ മുഴുവൻ എന്നും സന്തോഷത്തിൻ്റെതായിട്ട് ഇന്ന് ആഹ്ലാദത്തിന്റെ ദിവസമാണ്, ആനന്ദത്തിന്റെ ആഘോഷമാണ്. പണ്ട് മാവേലി നാട് വാണിരുന്ന കാലത്ത് അന്നുണ്ടായിരുന്ന ഐക്യത്തിന്റെ, സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സംതൃപ്തിയുടെ ഒരാഘോഷം ഇന്ന് നമ്മുടെ സ്കൂളിൽ നടക്കുകയാണ്. ഈ ഓണാഘോഷത്തെ സംബന്ധിച്ച് ഓർക്കുമ്പോൾ അന്ന് അക്കാലത്തുണ്ടായിരുന്ന ആ സന്തോഷവും ആ സംതൃപ്തിയും ആ ഐക്യവും ഇന്ന് നമ്മുടെ സ്കൂളിൽ അർത്ഥവത്തായിരിക്കുകയാണ്. കുട്ടികൾ ഒത്തൊരുമിച്ച് ആഹ്ലാദത്തോടെ, ഉത്സാഹത്തോടെ, അതിലേറെ സന്തോഷത്തോടെ അത്തപ്പൂക്കളമിടാനും ഓണസദ്യ ഉണ്ണാനും ആഗതരായിരിക്കുകയാണ്. ഓരോ ഗ്രൂപ്പ് തിരിച്ച് ഓരോ മരങ്ങാട്ടുപള്ളി KSEB സെക്ഷൻ ഓഫീസിൽ ഓണാഘോഷം നടത്തി. KSEB ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സുജാത ഗോപാലൻ, എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോൺ തോമസ്, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ CK ശശി, അസിസ്റ്റന്റ് എഞ്ചിനീയർ GS ബിബിൻ എന്നിവർ പങ്കെടുത്തു. ഓണസദ്യയും അത്തപ്പൂക്കളവും ഒരുക്കിയിരുന്നു. ഇനി അറിയിപ്പുകൾ. കുറവിലങ്ങാട് DCMS യൂണിറ്റ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ ജസ്റ്റിസ് സൺഡേ ദിനാചരണവും സ്കോളർഷിപ്പ് വിതരണവും ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സെഹിയോൻ ഊട്ടുശാലയിൽ നടക്കും. ചരമം. കുറവിലങ്ങാട് പുളിക്കത്തൊട്ടിയിൽ പൈലോ നിര്യാതനായി. 87 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 2-ന് ജയഗിരി ക്രിസ്തുരാജ പള്ളിയിൽ. ഞീഴൂർ പടവുരയ്ക്കൽ CM ജോയി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2-ന് ഞീഴൂർ ഉണ്ണിമിശിക പള്ളിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സഹകരണ ഓണം വിപണിയിലേക്ക് കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ. നടപടി പരാതികളെ തുടർന്ന്. ഗ്രാമവിശുദ്ധി വിളിച്ചോതി ജയഗിരി വികാസത്തിൽ ഓണാഘോഷം. കോഴ മണ്ണക്കാട് റോഡിന്റെ പുനർനാമകരണം കടലാസിൽ. അന്യസംസ്ഥാന തൊഴിലാളികൾ ജീവൻ പണയപ്പെടുത്തി ഓട്ടോയാത്ര. സ്വർണ്ണവില ഉയർന്നു തന്നെ. ശനിയാഴ്ച വില 2885-ൽ എത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.